കണ്ടുമടുത്ത പരമ്പരാഗത ഇലച്ചെടികളുടെ ഇടയിലേക്ക് പുതുനിറങ്ങളുമായി എത്തുകയാണ് നൂതന ഇനം ഇലച്ചെടികൾ. ഒറ്റനോട്ടത്തിൽ പ്ലാസ്റ്റിക് ചെടികളെന്ന് തോന്നുമാറ് മനോഹരമാണ് ഇവയെല്ലാം. മരത്തണലിലും നടുമുറ്റത്തും വെർട്ടിക്കൽ ഗാർഡനിലുമെല്ലാം ഇലച്ചെടികളുടെ ലോകമൊരുക്കുകയാണ് ഉഷ ഫൈസൽ. എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിനടുത്ത് മാഞ്ഞാലി എന്ന സ്ഥലത്ത് ചെറുപുഞ്ചയിൽ വീട്ടിലാണ് ഉഷ ഫൈസൽ തന്റെ ഇലച്ചെടികളുടെ ലോകമൊരുക്കിയിരിക്കുന്നത്. ഇലച്ചെടികളുടെ ഭംഗി ഇലകളുടെ ആകർഷകമായ വർണ്ണക്കലർപ്പും ആകൃതിയുമാണ്. ഉദ്യാനങ്ങളിൽ പൂക്കൾക്കു മാത്രമല്ല ഇലച്ചെടികൾക്കും സവിശേഷ സ്ഥാനമാണുള്ളതെന്ന അഭിപ്രായമാണ് ഉഷയ്ക്കുള്ളത്. സിങ്കോണിയ, ഡ്രസീന, യുജീനിയ, ബ്രോമിലിയസ് തുടങ്ങി നിരവധി ഇലച്ചെടികളാണ് ഉഷയുടെ കൈവശമുള്ളത്. മറ്റു ഉദ്യാനച്ചെടി സംരക്ഷകരിൽ നിന്നും ഉഷയെ വ്യത്യസ്തമാക്കുന്നത് ഇവരുടെ തനതു ശൈലിയാണ്. ഞാൻ എറണാകുളത്ത് ഒരു ഓഡിറ്റ് ഓഫീസിൽ വർക്ക് ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കയർ ബോർഡിൻ്റെ ഓഡിറ്റിലും പങ്കെടുത്തിട്ടുണ്ട്. പിന്നീട് എനിക്ക് ജോലി കൂടുതൽ യാത്രാ ബുദ്ധിമുട്ടും അത്യാവശ്യം അസുഖത്തിൻ്റെ ഭാഗമായിട്ട് എനിക്കത് തുടരാൻ സാധിച്ചില്ല. പിന്നെ 2020 തൊട്ട് ആണെന്ന് തോന്നുന്നു ഞാൻ ഈ ചിരട്ടയിൽ ഈ ചെടികൾ നടുന്നതിനെ പറ്റി ഉള്ള ഒരു ഇത് തുടങ്ങിയത്. അങ്ങനെ അത് ചെയ്ത് അത്യാവശ്യം ചിരട്ടയിൽ പെയിൻറ്റ് ചെയ്യലും കയറ് ചുറ്റി ചെയ്യലും അങ്ങനെ കൂടുതൽ നല്ല രീതിയിൽ എൻ്റെ ഒരു ടൈം പാസ് എന്നതിലുപരി കൂടുതൽ സമയം ഞാൻ അതിന് ചിലവഴിച്ച് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ബാക്കി അത്യാവശ്യം വേണ്ട ഉപകരണങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്തു തരുന്നതൊക്കെ അതെല്ലാം ഉണ്ടാക്കി തരുന്നതും എല്ലാം എൻ്റെ മകനാണ്. അങ്ങനെ അവരുടെ സപ്പോർട്ടും നല്ലോണം ഇക്കാര്യത്തിലുണ്ട്. ചിരട്ടകൾ ഉപയോഗിച്ച് വീടിനുള്ളിൽ ഭംഗിയായി ക്രമീകരിക്കാവുന്ന രീതിയിലുള്ള ഇൻഡോർ പ്ലാന്റുകളാണ് ഇവർ നിർമ്മിക്കുന്നത്. തേങ്ങ ചിരകാനായി പൊട്ടിക്കുന്നതിന് മുൻപ് തന്നെ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് വരച്ചതിനു ശേഷമാണ് പൊട്ടിക്കുന്നത്. തുടർന്ന് വരുന്ന ചിരട്ടകൾ പോളിഷ് ചെയ്തെടുത്ത് ചെടിച്ചട്ടികളാക്കുന്നു. അതോടൊപ്പം തന്നെ ചിരട്ടകൾ പോളിഷ് ചെയ്തതിനു ശേഷം ഗം ഉപയോഗിച്ച് കയറുകൾ വൃത്തത്തിൽ ചുറ്റി ചിരട്ടകളെ ആകർഷകമാക്കുന്നു. കയറുകൾ അതേ രൂപത്തിലും വിവിധങ്ങളായ കളറുകൾ പെയിന്റ് ചെയ്തും ഉപയോഗിച്ചു വരുന്നു. ഉപയോഗശൂന്യമെന്ന് നാം കരുതുന്ന ചിരട്ടകളും തൊണ്ടുകളുമൊക്കെ പ്രകൃതിയുടെ തന്നെ പരിപാലനത്തിനായി ഉപയോഗിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നു. മദർ പ്ലാന്റുകളിൽ നിന്നും ശ്രദ്ധയോടെ മുറിച്ചെടുത്ത് വേരുകൾ പിടിപ്പിച്ചെടുക്കുന്ന തൈകളാണ്
അകത്തളങ്ങൾ മോടി പിടിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസം നേടുകയും ഓഡിറ്റ് ഓഫീസിൽ ജോലി നോക്കി വരികയും ചെയ്യുകയായിരുന്നു ഉഷ. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കാരണം ജോലി ഉപേക്ഷിക്കുകയും തുടർന്ന് അപ്രതീക്ഷിതമായി ചെടികളുടെ ലോകത്തേക്ക് തിരിയുകയുമായിരുന്നു. ചിരട്ടയും കയറുമൊക്കെ ഉപയോഗിച്ച് ചെടിച്ചട്ടികൾ നിർമ്മിച്ച് അതിൽ ചകിരിച്ചോറും ചാണകവും ഒക്കെ നിറച്ച് ചെടികളെ ബോൺസായി രൂപത്തിലാക്കി മാറ്റുന്നു. മണ്ണ് കട്ടപിടിച്ച് വേരോട്ടം നിലയ്ക്കാതിരിക്കുന്നതിനായി മണലും ചകിരിച്ചോറും ചെറിയ തടികളുടെ ചീളുകളുമാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ചെയ്യുന്നത് തേങ്ങ പൊട്ടിക്കുന്നതിന് മുമ്പ് തന്നെ അത് ആവശ്യമായ അളവിലേക്ക് അത് വരച്ച് പിന്നീട് ആക്സാ ബ്ലേഡ് വെച്ച് അത് കട്ട് ചെയ്തിട്ടാണ് പിന്നെ അതിൻ്റെ ഉള്ളിലെ കഴമ്പ് മാറ്റിക്കൊണ്ട് ആ ചിരട്ടയാണ് ഈ ചെടികൾ നടാനായിട്ട് ഉപയോഗിക്കുന്നത്. ചെടികൾ നടാൻ വേണ്ടിയിട്ട് ആ ചിരട്ട അതിൻ്റെ പുറത്തെ ഈ ചകിരിച്ചോറും ബാക്കി ഇതെല്ലാം ഉരച്ച് മാറ്റിയിട്ട് ഒന്നുകിൽ പോളിഷ് ചെയ്യും, അതല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യും, അതും അല്ലെങ്കിൽ കയറ് കെട്ടും. പോളിഷ് ചെയ്യാനും പെയിൻറ്റ് ചെയ്യാനുമുള്ള ചിരട്ട നല്ല സ്മൂത്തായിട്ട് ഉരച്ച് വൃത്തിയാക്കണം. അതേസമയം കയറ് കെട്ടാനുള്ള ചിരട്ട അത്രയ്ക്ക് സ്മൂത്താക്കി ഉരയ്ക്കേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ഗ്ലൂ ഗൺ ഉപയോഗിച്ചാൽ പശ ഉട്ടണമെങ്കിൽ അതുമ്മ കുറച്ച് റഫായിട്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അത് സ്മൂത്താക്കി ഉരയ്ക്കേണ്ട കാര്യമില്ല. അല്ലാത്തത് നല്ലോണം സ്മൂത്തായിട്ട് ഉരച്ച് അത് പെയിൻറ്റ് ചെയ്യുക, എന്നിട്ട് ആണ് അതിനകത്തേക്ക് ചെടി നടുന്നത്. ചെടി നടുന്നതിന് മുമ്പ് ആ ചിരട്ടയ്ക്ക് ഡ്രെയിനേജിന് വേണ്ടിയിട്ട് ഹോള് ഉറപ്പാക്കും. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് കല്ല് ഡ്രെയിനേജിന് വേണ്ടിയിട്ട് കല്ലിടും. പിന്നെ ചകിരിച്ചോറ് ചെടികൾക്ക് വേരിന് ഓട്ടം കിട്ടാൻ വേണ്ടിയിട്ട് ചകിരി കട്ട് ചെയ്ത് അത് ചേർക്കും. പിന്നെ ചകിരിച്ചോറും കമ്പോസ്റ്റും സാൻഡും മണലും എല്ലാം കൂടി അത്യാവശ്യം വളവും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ആ മിക്സർ ചിരട്ടയിലിട്ടിട്ട് അതിനകത്താണ് ഈ ചെടി നടുന്നത്. മണിപ്ലാന്റിൽ തന്നെ ഓർഡിനറി മണി പ്ലാന്റ്, ഗ്രീൻ മണി പ്ലാന്റ്, എൻജോയ് മണി പ്ലാന്റ്, ഡെമൺ മണി പ്ലാന്റ് എന്നിങ്ങനെ വിവിധ തരങ്ങൾ ഉൾപ്പെടുന്നു. ഇപ്പോൾ നിർമ്മിക്കുന്ന ഇത്തരം ചെടികൾ സ്വന്തക്കാർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെയാണ് നൽകി വരുന്നത്. അതിനു മുകളിലായി ഇത്തരം ചെടികളുടെ വിപണന സാധ്യത ഉപയോഗപ്പെടുത്താനും ശ്രമിക്കുകയാണ് ഉഷ. പ്രധാനമായിട്ടും എൻ്റെ കയ്യിലുള്ള ചെടികൾ മണി പ്ലാന്റ്, ഏതാണ്ട് 5 ടൈപ്പോളം മണി പ്ലാന്റ് ഉണ്ട്. പിന്നെ സ്നേക്ക് പ്ലാന്റ്, 5 ടൈപ്പ് സ്നേക്ക് പ്ലാന്റ്, ഡ്രസീനിയ, സിങ്കോണിയം, അരേലിയ, അഗ്ലോണിമ. ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ട് ടർട്ടിൽ വൈൻ, ഗ്രീൻ ഉണ്ട്, ഹാങ്ങിങ് മെലസ്റ്റോമ ഉണ്ട്. പിന്നെ മണി പ്ലാന്റ് ഹാങ് ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. ശാന്തവും കാഴ്ചയിൽ ആകർഷകവുമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും ഉപകരിക്കുന്ന ഇലച്ചെടികളുടെ പ്രാധാന്യം സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് ഇത്തരം സംരംഭങ്ങൾ സഹായിക്കുന്നു. വീടുകൾ, ഓഫീസുകൾ, പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഇത്തരം ഇലച്ചെടികൾക്ക് സാധിക്കുന്നു. ജൈവ വൈവിധ്യത്തിനും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയ്ക്കും സംഭാവന നൽകുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന, പ്രകൃതിക്ക് സംരക്ഷണം നൽകുന്ന ഇത്തരം ചെടികളുടെ മൊത്തത്തിലുള്ള സൗന്ദര്യാത്മകത വിവരണാതീതമാണ്. ഇലച്ചെടികളുടെ ശരിയായ പരിചരണത്തിന് വെള്ളം, വെളിച്ചം, മണ്ണ് എന്നിവയാണ് ശ്രദ്ധിക്കേണ്ടത്. മിക്ക സസ്യജാലങ്ങളും പരോക്ഷമായി അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്ത വെളിച്ചമാണ് ഇഷ്ടപ്പെടുന്നത്. ഇവയെ നേരിട്ട് സൂര്യപ്രകാശത്തിൽ വയ്ക്കുന്നത് ഇലകൾ കരിഞ്ഞു പോകുന്നതിന് കാരണമാകും. അമിതമായി നനയ്ക്കുന്നത് വേരുചീയലിനും കാരണമാകുന്നുവെന്നാണ് ഉഷയുടെ അഭിപ്രായം. പൂച്ചെടികളെപ്പോലെ തന്നെ ഏത് സ്ഥലത്തും സൗന്ദര്യവും ചാരുതയും നൽകുന്നതിനാൽ വീട്ടമ്മമാർക്കും കുട്ടികൾക്കുമൊക്കെ തന്നെ ഒരു ഉപജീവന മാർഗമായി ഇവയുടെ പരിപാലനം തിരഞ്ഞെടുക്കാവുന്നതാണ്. കലാഡിയങ്ങൾ, ക്രോട്ടൻസ്, റെക്സ്ബൊഗേണിയ, കോലിയസ്,
തുടങ്ങിയ ഇനത്തിൽപ്പെട്ട ചെടികളൊക്കെ തന്നെയും മോടിക്കായും ബൊക്കെ നിർമ്മാണത്തിനുമൊക്കെ ഉപയോഗിച്ചു വരുന്നു. കുടുംബത്തിന്റെ ആരോഗ്യ പോഷണത്തിനു കൂടി ഈ ചെടികൾ സഹായിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ എക്സൈസ് സബ് ഇൻസ്പെക്ടറായി വിരമിച്ച ഫൈസലും മക്കളുമൊക്കെ ഈ അമ്മയ്ക്ക് പരിപൂർണ പിന്തുണ നൽകുന്നു. പൂന്തോട്ടം എന്ന പേരുൾക്കൊള്ളുന്നത് പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾക്കൊപ്പം തന്നെ ഇലച്ചാർത്തുകളും ചേർന്നാണ്. നഗരവൽക്കരണം സാക്ഷാത്കരിക്കപ്പെട്ടപ്പോൾ ഒരുവിധം എല്ലാ സ്ഥലങ്ങളും കെട്ടിടങ്ങൾ കയ്യേറി. വീടിനു ചുറ്റും അല്പമെങ്കിലും സ്ഥലത്ത് നല്ല ചെടികൾ വളർത്തണമെന്ന മോഹമുള്ളവർക്ക് ആശ്വാസം നൽകുന്നവയാണ് ഇത്തരം ബോൺസായി ഇലച്ചെടികൾ. അതിനാൽ തന്നെ പരിസ്ഥിതിയിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് മനോഹരമാക്കുന്ന ഇത്തരം അലങ്കാര ചെടികളുടെ പ്രസക്തിയും ആവശ്യകതയും ഏറിവരികയും ചെയ്യുന്നു. വലുപ്പത്തിലും സൗന്ദര്യത്തിലും പ്രസരിപ്പോടെ നിൽക്കുന്ന ഈ ഇലച്ചെടികളുടെ വശ്യത വർഷം മുഴുവൻ നിലനിൽക്കുന്നു. പാമ്പുചെടികളും കോഴിവാലൻ ചെടികളുമൊക്കെ ഓർമ്മയിൽ വസന്തം സൃഷ്ടിക്കുന്ന മലയാളിയുടെ മനസ്സിന് കുളിർമ പരത്താൻ ഇത്തരം അലങ്കാര ചെടികൾക്ക് കാലാകാലം സാധിക്കട്ടെ. നമ്മുടെ പച്ചക്കറികളൊക്കെ ഇത്തരത്തിൽ ഒരു വിളവിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും കൃത്യമായ അളവിൽ സമീകൃതമായി കിട്ടിയിരിക്കണം. സസ്യപോഷകങ്ങളെ ലഭ്യമാക്കുന്ന പരിപാടിക്കാണ് നമ്മൾ വളപ്രയോഗം എന്ന് പറയുന്നത്. സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ഏകദേശം ഒരു 17 മൂലകങ്ങളാണ് വളങ്ങളായി ഇത്തരത്തിൽ നമ്മൾ നൽകേണ്ടത്. അതേതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. പലതരം വളങ്ങൾ കർഷകർ കൃഷിക്ക് ഉപയോഗിക്കാറുണ്ട്. ബയോഗ്യാസ് സ്ലറി, പുളിപ്പിച്ച ജൈവ സ്ലറി, ജൈവ വസ്തുക്കളെ ജീർണിപ്പിച്ചുണ്ടാക്കുന്ന കമ്പോസ്റ്റ് വളം, ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകവും ഒക്കെ കർഷകർ വളങ്ങളായി പ്രയോഗിക്കുന്നുണ്ട്. കൂടാതെ വളക്കടകളിൽ നിന്നുള്ള രാസവളങ്ങളും ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇതിലേതാണ് നല്ലത്, അല്ലെങ്കിൽ ഏതൊക്കെ വളങ്ങളാണ് ഉപയോഗിക്കേണ്ടത് എന്ന കാര്യത്തിൽ മിക്കവർക്കും സന്ദേഹവുമുണ്ട്. ഈ പോഷകങ്ങൾ അടങ്ങിയ പലതരം വളങ്ങൾ നമ്മുടെ വളക്കടകളിൽ ലഭ്യമാണ്. കടകളിൽ കിട്ടുന്ന ഏതെങ്കിലും വളങ്ങൾ വാങ്ങി ഇടുകയല്ല ശരിയായ വളപ്രയോഗം. എല്ലാ കൃഷികൾക്കും ജൈവ വളപ്രയോഗം അത്യാവശ്യമാണ്.
പുളിപ്പിച്ചതോ അഴുകിയതോ ആയ ജൈവവളങ്ങളാണ് ഹ്രസ്വകാല വിളകൾക്ക് ഏറ്റവും ഉത്തമം. ദീർഘകാല വിളകൾക്ക് അഴുകാത്ത ജൈവവളങ്ങൾ നൽകുന്നതിൽ കുഴപ്പമില്ല. മണ്ണിന്റെ ഗുണം വർദ്ധിപ്പിക്കുന്നതിനും ഉപകാരികളായ അണുജീവികളുടെ സാന്നിധ്യം ഉറപ്പാക്കുന്നതിനും ജൈവവളങ്ങൾ കൂടിയേ തീരൂ. ജൈവവളങ്ങളിൽ ഒരു വിളയ്ക്ക് ആവശ്യമുള്ള സൂക്ഷ്മമൂലക പോഷകങ്ങൾ എല്ലാം ഉണ്ടാവും. പക്ഷേ അളവിൽ കൂടുതൽ വേണ്ടുന്ന പോഷകമൂലകങ്ങളായ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷും വേണ്ടത്ര ഉണ്ടാവില്ല. ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് അളവിൽ കൂടുതൽ വേണ്ടുന്ന നൈട്രജൻ കിട്ടാൻ യൂറിയയോ ഫാക്ടം ഫോസോ തന്നെ നൽകേണ്ടി വരും. വേരുകൾ നന്നായി വളരണമെങ്കിൽ ഫോസ്ഫറസ് വേണം. അത് കിട്ടാൻ രാജ്ഫോസ് എന്ന പാറപ്പൊടിയോ ഫാക്ടം ഫോസോ എല്ലുപൊടിയോ നൽകണം. ചെടി കരുത്തോടെ വളർന്ന് വരൾച്ചയെ അതിജീവിച്ച് രോഗകീടങ്ങളെ പ്രതിരോധിച്ച് ധാരാളം പൂവും കായും ഉണ്ടാകാൻ മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന ഈ വളം വിളകൾക്ക് നൽകണം. ഇവ മൂന്നും മാത്രം മതിയാവില്ല. സൂക്ഷ്മ പോഷകങ്ങളും നൽകിയാലേ ഇതുപോലെ വിളവുണ്ടാവുകയുള്ളൂ. സൂക്ഷ്മമൂലകങ്ങൾ ജൈവവളങ്ങളിൽ നിന്നും ലഭ്യമാകുമെങ്കിലും എളുപ്പത്തിൽ കിട്ടാൻ സൂക്ഷ്മവളക്കൂട്ടുകൾ ഉപയോഗിക്കണം. സമ്പൂർണ്ണ എന്ന വളം കേരള കാർഷിക സർവകലാശാലയുടെ ഒരു ഉൽപ്പന്നമാണ്. വിപണിയിൽ ഇത്തരം സൂക്ഷ്മമൂലക വളക്കൂട്ടുകൾ വേറെയും ലഭ്യമാണ്. അവ പച്ചക്കറികൾക്ക് 2 ആഴ്ചയിലൊരിക്കൽ 10 ഗ്രാം ഇട്ടുകൊടുക്കണം. കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ കൃഷി ദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം 695043. ഫോൺ 0471 27318770. ഇമെയിൽ ddkrishitvom@gmail.com.